നമസ്കാരം സുഹൃത്തുക്കളെ. വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഏവിയേഷൻ മേഖലയിൽ നിന്ന് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. അസർബൈജാൻ എയർലൈൻസ് അവരുടെ ബാക്കു എന്ന് പറയുന്ന അവരുടെ തലസ്ഥാനത്ത് നിന്ന് റഷ്യൻ പ്രവിശ്യയായിട്ടുള്ള ഗ്രോസ്നിയിലേക്ക്, ചെച്നിയൻ പ്രവിശ്യയായിട്ടുള്ള ഗ്രോസ്നിയിലേക്ക് യാത്ര പുറപ്പെട്ട എംബറർ 195 വിമാനം, 62 യാത്രക്കാരും 5 വിമാന ജോലിക്കാരുമായി പുറപ്പെട്ട വിമാനം കസാഖിസ്ഥാൻ്റെ പ്രവിശ്യയായിട്ടുള്ള ഐത്താവൂലം തകർന്നു വീണിരിക്കുകയാണ്. പ്രാദേശിക സമയം ഉച്ചയോടെ ഏകദേശം 32 യാത്രക്കാർ രക്ഷപ്പെട്ടു എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2 പൈലറ്റുമാരും മരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വീഡിയോയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം പോസിബിൾ റീസൺസ്. ഓക്കെ, ഇതിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കും. ഇതൊരു എംബറർ എന്ന് പറയുന്നത് ഒരു ബ്രസീലിയൻ മെയ്ഡ് എയർക്രാഫ്റ്റ് ആണ്. ഇന്ത്യയിലെ എംബറർ വിമാനങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല. ഇൻഡിഗോയും അല്ലെങ്കിൽ എയർ ഇന്ത്യക്കും എംബറർ വിമാനമില്ല. അവസാനമായി ഇന്ത്യയിൽ എംബറർ വിമാനം ഉപയോഗിച്ചിരിക്കുന്നത് പാരമൗണ്ട് എയർവേസ് എന്ന് പറയുന്ന ചെന്നൈയിലെ മധുരൈ ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ വ്യാപാരി ത്യാഗരാജനായിരുന്നു എംബറർ വിമാനം ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അത് ഫേസ് ഔട്ടായി. ഒരു എക്സിക്യൂട്ടീവ് വിമാനങ്ങളാണ്, 80 മുതൽ 100 സീറ്റ് വരെയുള്ള വിമാനങ്ങൾ ആണ് ഈ എംബറർ. അപ്പോൾ എംബറർ ആയതുകൊണ്ട് ബ്രസീൽ ഏജൻസിയും അതോടൊപ്പം തന്നെ അസർബൈജാൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും അന്വേഷിക്കാം ഇനി അങ്ങോട്ട്. നമ്മുടെ വീഡിയോയിൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എന്തായിരിക്കും പോസിബിൾ റീസൺസ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഏവിയേഷൻ മേഖലയിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്ന ഈ ഒരു അപകടം, അതായത് പതിയിരിക്കുന്ന അപകടം എന്ന് പറയില്ലേ, ഈ 2-3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ടു മൈ ടോക്ക് ഷോ. എംബറർ വിമാനം 192 60 മുതൽ 80 സീറ്റ് വരെയുള്ള എയർക്രാഫ്റ്റ് ഈ പറയുന്ന അസർബൈജാൻ എയർലൈൻ 92-ലാണ് ആരംഭിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ USSRന്റെ ഭാഗമാണ് അസർബൈജാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. ഇവർക്കെല്ലാം കോമൺ ആയിട്ടൊരു ഫാക്ടറുണ്ട്. കാരണം ഇവർ ഈ സാങ്ഷന് ശേഷം, USSRയുമായി ബന്ധപ്പെട്ട സാങ്ഷന് ശേഷം അവരുടെ വിമാന മേഖല കംപ്ലീറ്റ് ശോചനീയമായ അവസ്ഥയിലാണ്. നമ്മൾ ഈ റഷ്യ എന്നൊക്കെ വീണ്ടും എപ്പോഴും നമ്മൾ കേൾക്കുന്ന ടുപ്ലോ വിമാനങ്ങൾ തകർന്നു വീണു. മെയിൻ കാരണം എന്ന് പറയുന്നത് സാങ്ഷൻ ഫ്രം US, അതായത് ഏവിയോണിക്സ് പാർട്സുകൾ. ഇപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഏവിയേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു ചിലവ് എന്ന് പറയുന്നത് സ്പെയർ പാർട്സിൻ്റെ കിട്ടലാണ്. കാരണം സ്പെയർ പാർട്സ് വളരെ എക്സ്പെൻസീവാണ്. അത് ബ്രാൻഡഡ്, അതായത് ഇന്ത്യയിലെ DGC ആയാലും ഇവിടുത്തെ FAA ആയാലും അവർ പറയുന്ന സർട്ടിഫൈഡ് പാർട്സ് കിട്ടിയേ പറ്റും. ആ സർട്ടിഫൈഡ് പാർട്സ് വരണമെങ്കിൽ ഒരു പക്ഷേ US നിന്ന് വരണം, അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വരണം. വളരെ വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്സിൻ്റെ ലഭ്യത കുറവുകൊണ്ടാണ് ഈ ടുപ്ലോ വിമാനങ്ങൾ സ്ഥിരം ക്രാഷ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് 2000-വും 2010-ഓടെയൊക്കെ തുടക്കത്തിലേക്ക് കംപ്ലീറ്റ്ലി. ഇപ്പോൾ ഈ പറയുന്ന ഈ USSRന്റെ ഭാഗമായിട്ടുള്ള അസർബൈജാൻ, അതോടൊപ്പം തന്നെ ഈ കസാഖിസ്ഥാനൊക്കെ മോഡറൈസ് തുടങ്ങി. അവർ ഈ പഴയ ടുപ്ലോ വിമാനങ്ങളൊക്കെ ഫേസ് ഔട്ട് ചെയ്തിട്ട് എംബറർ പോലുള്ള പുതിയ ന്യൂ ജനറേഷൻ വിമാനങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങി. കാരണം റഷ്യൻ നിർമ്മിത വിമാനങ്ങളൊക്കെ അവർ ഫേസ് ഔട്ട് ചെയ്ത് തുടങ്ങി. കാരണം കാലഹരണപ്പെട്ടു പോയി, സ്പെയർ പാർട്ട് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ 92-ലാണ് ആരംഭിച്ച് ആ വർഷമാണ് USSR തകർന്നു വീഴുന്നതും അസർബൈജാന് തുടക്കം. ഏകദേശം 32 എയർക്രാഫ്റ്റ് ഉണ്ട്. വളരെ ചെറിയൊരു ഒരു രാജ്യം, അതോടൊപ്പം തന്നെ ചെറിയൊരു ഫ്ലീറ്റ് സർവീസാണ്. അതായത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അസർബൈജാൻ എയർലൈൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അവർ തൊട്ടടുത്തുള്ള USSRയുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കൊക്കെയാണ് അവർ യാത്ര കൂടുതൽ പോകുന്നത്. ഇത് റുട്ടീൻ സർവീസാണ്. ഇത് ബാക്കുന്ന് ഈ പറയുന്ന റഷ്യയിലേക്കുള്ള സർവീസ്. ഇനി കടന്നു വരാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പോസിബിൾ റീസൺസ് എന്തായിരിക്കും ഈ ഒരു പക്ഷേ ക്രാഷിന്. ഇപ്പം മീഡിയകളൊക്കെ പറയുന്നത് ബേർഡ് സ്ട്രൈക്ക് ആണ് എന്നാണ് പറയുന്നത്. ബേർഡ് സ്ട്രൈക്ക് സംഭവിച്ചു. അതായത് വിമാനത്തിന് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പറക്കുമ്പോഴും താഴുമ്പോഴും ഈ പക്ഷികളുടെ, കാരണം ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ അടുത്ത് ഈ അറവുശാലകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എപ്പോഴും ഈ പറയുന്ന ബേർഡ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. അതിനുവേണ്ടി എയർലൈൻസ് ചെയ്യാന്ന് പറയുന്നത് ഒരു പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഒരാളെ റൺവേ അടുത്ത് ഏൽപ്പിക്കും. ഒരു പടക്കക്കാരുണ്ടായിരിക്കും. അവൻ ഈ പടക്കം കൊണ്ട് അവിടേക്ക് പോയി ഇങ്ങനെ പടക്കം പൊട്ടിച്ച് ഈ പക്ഷികളെ ഓടിക്കും. അതാണ് ഒരു ട്രഡീഷണൽ രീതി. വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ ബേർഡ് സ്ട്രൈക്ക് ആണെന്ന് പറയുന്നു, പക്ഷെ അത് കൺഫേം ആയിട്ടില്ല. എനിക്കറിയാൻ പറ്റുന്ന ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ 32 പേര് രക്ഷപ്പെട്ടിരിക്കുകയാണ്. കാരണം വിമാനത്തിൻ്റെ ക്രാഷ് ഉണ്ടായാൽ സർവൈവൽ ചാൻസ് വളരെ ലെസ്സാണ്. കാരണം എന്ന് പറയുന്നത് തീപിടുത്തമാണ്. കാരണം ഇത് ക്രാഷ് ചെയ്തു, ലാൻഡ് ചെയ്തു, ക്രാഷ് ചെയ്ത് അപ്പം തന്നെ തീപിടിക്കും. കാരണം ഇതിലിരിക്കുന്ന ഫ്യൂവൽ ആണ് ഏറ്റവും വലിയ ഡേഞ്ചർ. കാരണം വിങ്സിൽ ഫ്യൂവൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൊമെന്റ് ലാൻഡ് അപ്പം തുടങ്ങും, കത്തിപ്പിടിക്കാൻ തുടങ്ങും. പിന്നെ ഫയർ വന്നാൽ പിന്നെ രക്ഷയില്ല. കാരണം നമുക്ക് നിമിഷ സെക്കൻഡുകൾ മതി ഒരു വിമാനം കത്തിച്ചാമ്പലാവാനായിട്ട്. ഇപ്പോൾ നമ്മൾ എമിറേറ്റ്സിൻ്റെയൊക്കെ ദുബായിലെ വിമാനം കണ്ടതാണ്. നമ്മൾ നിമിഷങ്ങളെ കൊണ്ടാണ് എമിറേറ്റ്സിലെ വിമാനം അത് കത്തിച്ചാമ്പലായി പോയത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കേസിൽ, ഈ അസർബൈജാൻ്റെ കേസിൽ
നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്രാഷ് നടന്നു, പക്ഷെ ആൾക്കാർ സർവൈവായി, പക്ഷെ അവിടെ ഫയർ ഉണ്ടായിട്ടില്ല. വളരെ ഫ്രിക്ഷൻ കൊണ്ട് ചെറിയ ഫയർ ഉണ്ടായി എന്നല്ലാതെ അഗ്നിഗോളമായി മാറിയില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ഇത്രയും സംഖ്യ അല്ലെങ്കിൽ 35 അല്ലെങ്കിൽ 32 പേര് രക്ഷപ്പെടാനുണ്ടായ മെയിൻ കാരണം എന്ന് പറയുന്നത് ഫയർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഫയർ ഇല്ലാത്തത്? അപ്പം അതിലേക്ക് ഡീപ്പ് ഡൈവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, സോഴ്സ് എന്ന് അറിയാൻ പറ്റിയത് ഇവരുടെ മെയിൻ കാരണം എന്ന് പറയുന്നത് ലോ ഫ്യൂവലാണ്. അതായത് ഇപ്പം നമ്മളിപ്പം കൊച്ചിയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ബോംബെ പോകാൻ നോക്കി, മുംബൈയിലേക്ക്. അപ്പോൾ അവർ കൊച്ചിയിൽ നിന്ന് ബോംബെ വരെയുള്ള ഒരു ഫ്ലൈറ്റിൽ പോകാൻ സഞ്ചരിക്കേണ്ട ഫ്യൂവൽ അവർ കണക്കൂട്ടും. അത് കഴിഞ്ഞ് ഇൻ കേസ് ബോംബെയിൽ വെതർ ഒരു പക്ഷെ ഫോഗാണ് ഏറ്റവും വലിയ വെല്ലുവിളി, ഫോഗ് മോശമാണ് അല്ലെങ്കിൽ മഴയോ കാരണങ്ങൾ കൊണ്ട് അവർക്ക് അവിടെ ഇറങ്ങാൻ പറ്റാതെ വന്നാൽ അടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പൂനെ ആയിരിക്കും, പൂനെ അല്ലെങ്കിൽ ഒരുപക്ഷെ അഹമ്മദാബാദോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഔറംഗാബാദോ അങ്ങനെയുള്ള അടുത്ത എയർപോർട്ടായിരിക്കും അവരുടെ പ്ലാൻ സി. അതായത് പ്ലാൻ എ ടു ബി കൊച്ചിൻ ടു ബോംബെ. സി എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു ഫയൽഡ് എയർപോർട്ട് വെക്കും, പൂനെയിൽ എത്താനുള്ള ഫ്യൂവല്, പിന്നെ അവിടെ ഒരു 30 മിനിറ്റ് കറങ്ങാനുള്ള ഫ്യൂവൽ. അങ്ങനെയാണ് അവർ കണക്കൂട്ടുന്നത്. അതായത് ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഫ്യൂവൽ കാൽക്കുലേഷൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എ ടു ബി, ബി ടു സി സർക്കിൾ ചെയ്യാൻ 30 മിനിറ്റ്, പിന്നെ ഡിസെൻറ്റ്, അങ്ങനെ ഒരു കണക്കൂട്ടുന്നുണ്ട്. ഇവിടുത്തെ കേസിൽ ഇവർ ഈ അസർബൈജാൻ ബാക്കുന്ന് പുറപ്പെട്ട് റഷ്യയിലേക്ക് എത്തിയപ്പോൾ അവിടെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. കാരണം അവിടെ മൂടൽമഞ്ഞായിരുന്നു. അങ്ങനെ ഒരു ഡൈവേർട്ടായിട്ട് കസാക്കിസ്ഥാൻ അവരുടെ ഫയൽഡ് എയർപോർട്ടായിട്ടുള്ള സി എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ ഈ കസാക്കിസ്ഥാൻ. അവിടെ വന്നപ്പോഴും അവിടെയും ഫോഗ് മോശമായി. അങ്ങനെ ഈ എയർക്രാഫ്റ്റ് ലോ ഫ്യൂവൽ ആയി എന്നാണ് പറയുന്നത്. ലോ ഫ്യൂവൽ അലേർട്ട് മെയ്ഡേ കോൾ വിളിച്ചിരിക്കും. കാരണം മെയ്ഡേ കോൾ എന്ന് പറഞ്ഞാൽ ഒരു അപകടം, ഒരു പൈലറ്റ് അപകടം മുന്നിൽ കാണുകയാണ്. അതായത് ഈ പറയുന്ന ഞാൻ കമാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് പൈലറ്റ് തിരിച്ചറിയുന്ന നിമിഷം അദ്ദേഹം മെയ്ഡേ കോൾ വിളിക്കുകയാണ്. ആർക്ക്? എയർ ട്രാഫിക് കൺട്രോളർക്ക്. എന്തിനാണ് മെയ്ഡേ കോൾ വിളിക്കുന്നത്? മെയ്ഡേ കോൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലീസിനെ അറിയിക്കുക, ഹോസ്പിറ്റൽസിനെ അറിയിക്കുക, ആംബുലൻസ് റെഡിയാക്കി വെക്കുക. അതായത് ഒരു എയർക്രാഫ്റ്റ് നിങ്ങളുടെ പ്രദേശത്ത് തകർന്നു വീഴാൻ സാധ്യത ഉണ്ട്, അപ്പോൾ റെഡി ആയിട്ടിരിക്കുക. ടു ഓൾ ദ പ്രൈമറി ഫോഴ്സുകൾ, അതായത് നമ്മുടെ ഹോസ്പിറ്റൽ, അതോടൊപ്പം തന്നെ ലോ എൻഫോഴ്സ്മെന്റ്, ഈ ഡിപ്പാർട്ട്മെന്റുകൾ റെഡി ആയിട്ടിരിക്കുക ടു ടാക്കിൾ സിറ്റുവേഷൻ. അത് ഒരുപക്ഷെ ക്രാഷ് ആകാതിരിക്കാം, പക്ഷെ മെയ്ഡേ കോൾ വിളിക്കേണ്ട ചുമതല ആർക്കാണ്? പൈലറ്റിനാണ്. ടു പ്രിപ്പയർ ദ തിങ്സ് റെഡി ഓൺ ഗ്രൗണ്ട്. മെയ്ഡേ കോൾ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാൾ ഇതുപോലെ വീഡിയോ എടുക്കില്ല. കാരണം റുട്ടീൻ ലാൻഡിങ്ങോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് സിറ്റുവേഷനിലൊക്കെ ചെറിയ എയർപോർട്ടിലൊന്നും ആരും വീഡിയോ പകർത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയ്ഡേ കോൾ പോയതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അവിടെയുള്ള ഈ അടുത്ത യാത്രക്കാരോ അല്ലെങ്കിൽ എയർപോർട്ടിലെ ജീവനക്കാരോ ആരോ ആയിരിക്കണം ഈ പറയുന്ന വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലോ ഫ്യൂവൽ ഉറപ്പാണ്, അവർ ഡിക്ലെയർ ചെയ്ത് ലോ ഫ്യൂവലായി. അങ്ങനെ ഇവർ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് റൺവേയിലല്ല, റൺവേന്ന് മാറി ഒരു വേക്കൻറ്റ് പ്ലെയിൻ സ്പേസിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ്. കാരണം കാഴ്ചക്കുറവ് കാരണം പൈലറ്റിന് റൺവേ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എയർപോർട്ടിൻ്റെ ഏതെങ്കിലും ഒരു വേക്കൻ്റ് ഏരിയയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അങ്ങനെയാണ് ഇത് അപകടം പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇത് 90% ഈ ഒരു വിഷയം വന്നിരിക്കുന്നത് ലോ ഫ്യൂവൽ കൊണ്ടാണ്. ഈ ലോ ഫ്യൂവൽ കൊണ്ട് അപകടത്തിൽപ്പെട്ട ഒരുപാട് എയർക്രാഫ്റ്റുകൾ നമുക്ക് ലോകത്തിൽ ഒരുപാട് കാണാൻ സാധിക്കും. നമ്മുടെ കൊച്ചിയിലല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ജെറ്റ് എയർവേസിൻ്റെ എയർക്രാഫ്റ്റ് ഇതുപോലെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി. അതിനെ ചുറ്റിപ്പറ്റി ഒരു അക്ഷയ് കുമാറിൻ്റെ റൺവേ 34 എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചു. പറ്റുമെങ്കിൽ പ്രേക്ഷകർ സിനിമ കാണുക, റൺവേ 34. അപ്പം അതുകൊണ്ട് തന്നെ ഈ വെതർ ആയിരിക്കണം പ്രൈം റീസൺ. അപ്പോൾ ഒരുപക്ഷെ ഈ USSRന്റെ ഈ ഏരിയയിലൊക്കെ അപ്ഡേറ്റ് വെതർ കിട്ടുന്നുണ്ടായിരിക്കില്ല ഈ പറയുന്ന വൈമാനികർക്ക്. അവിടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് വിമാനം പുറപ്പെട്ടു, പക്ഷേ പോയിന്റ് ബിയിൽ ഡെസ്റ്റിനേഷനിൽ എന്താണ് വെതർ എന്ന് അവർക്ക് ഉറപ്പില്ല. കാരണം അപ്ഡേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ഇവരുടെ ഈ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ USSRന്റെ കസാക്കിസ്ഥാൻ, അസർബൈജാൻ എന്നുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇതേപോലുള്ള ഈ ഒരു സൗകര്യങ്ങൾ, അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ കുറവാണ് അവർക്കൊക്കെ. ഒരുപക്ഷെ അതുപോലെ വൈമാനിക പരിശീലനം, കാരണം ഒരു മൂടൽമഞ്ഞ് എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കണം. അതായത് ഡെസ്റ്റിനേഷനിൽ ഫോഗാണ്, ഡൈവേർട്ട് ചെയ്യുന്ന പോകേണ്ട എയർപോർട്ടിൽ ഫോഗാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡിസിഷൻസ് എടുക്കണം, ക്വിക്കലി എടുക്കണം, എവിടേക്കാണ് പോകേണ്ടതെന്ന്. അവർ വരുത്തിയ ഒരു കാലതാമസം, ഇനിയിപ്പം അത് അവരുടെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വെതറാണ് പൂർണ്ണമായും കാരണം. ലോ ഫ്യൂവൽ പ്ലസ് വെതർ, ഇത് രണ്ടും ചേർന്ന് ഈ പറയുന്ന ക്രാഷ് ഉണ്ടായിരിക്കുകയാണ്. ഒരു പക്ഷേ ഇതിൽ നിന്ന് വരും കാലങ്ങളിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും പഠിക്കാൻ സാധിക്കട്ടെ. ഒരു പക്ഷേ നമുക്ക് ഓരോ ആക്സിഡൻസും നമ്മൾ പഠിക്കുകയാണ്, പുതിയ ലേണിംഗ് ആണ് ടു നെക്സ്റ്റ്
ഇത് ജനറേഷന്. ഒരുപക്ഷെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ലേണിംഗ് കിട്ടുമായിരിക്കും. ഒരുപക്ഷെ മരിച്ചുപോയവർക്ക് ആദരാഞ്ജലികൾ. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം കൂടുതൽ ആശംസിക്കുന്നു.